ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ബൈയിങ് ഗൈഡ് 2025 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകും. എന്നാലും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മെയിനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യാം. കാരണം ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പിന്നീട് അടുത്ത വീഡിയോയിൽ മാറ്റേണ്ടത് എന്നുള്ളത് അറിയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നമുക്ക് 8K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പം എന്തായാലും ഗായ്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ ടെക് അപ്ഡേറ്റ്സിൽ പറയാനുള്ളത്, BSNL പുതിയ 2 പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഡെയിലി 2GB ഡാറ്റ, അത് 30 ദിവസത്തേക്ക്. ഇതിൻ്റെ പ്രൈസ് 215 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡെയിലി 3GB ഡാറ്റ, അതും 84 ദിവസത്തേക്ക്. ഇതിൻ്റെ പ്രൈസ് 628 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BSNL 4G അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇപ്പം എനിക്ക് ഇവിടെ എനിക്ക് 4G കിട്ടുന്നുണ്ട്, റൂം കിട്ടുന്നുണ്ട്. പക്ഷെ താഴത്ത് പോകുന്ന സമയത്ത് താഴെ കിട്ടുന്നില്ല, പക്ഷെ പുറത്ത് കിട്ടും. അങ്ങനെ ചില ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട്. ചില ഏരിയകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട്. എന്നല്ലാതെ അത് ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാക്കി അല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഫാസ്റ്റൊക്കെ BSNL വരുന്നുണ്ട്. കുഴപ്പമൊന്നും പറയാനില്ല. കാരണം പണ്ടത്തെ ഒരു വർഷം 2 വർഷം മുമ്പെയൊക്കെ BSNL യൂസ് ചെയ്യുന്ന സമയത്ത് 3G ആയിരുന്നു ഇവിടെയൊക്കെ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം സോ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ബെറ്റർ 4G കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാനൊക്കെ റീചാർജ് ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ബാക്കിയുള്ളവരെ റീചാർജ് പ്ലാനൊക്കെ അറിയാമല്ലോ. ഞാനൊക്കെ ഇപ്പം എയർടെല്ലൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് 410 രൂപക്കാണ്. അപ്പം അത്രക്കും പൈസ കൊടുത്തിട്ടാണ് അതിലൊക്കെ റീചാർജ് ചെയ്യുന്നത്. ഭയങ്കര കഷ്ടം തന്നെ. പിന്നീട് ഐഫോണിൻ്റെ SE ഈ വർഷം വരുന്നുണ്ട്. SE അല്ലെങ്കിൽ 16E എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് പേരിലും വരാൻ വേണ്ടി പോകുന്നൊരു മോഡലാണ്. ഡിസൈൻ വൈസ് ഇപ്രാവശ്യം ബോക്സി ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ മോഡൽ ഒരു കർവായിരുന്നു, ഇപ്രാവശ്യം ബോക്സി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ സിംഗിൾ ക്യാമറ മാത്രമേ കാണുള്ളൂ. ഡുവൽ ക്യാമറ എന്തായാലും വരില്ല, കാരണം ഡുവൽ ക്യാമറ വന്നു കഴിഞ്ഞാൽ 16 ആയിട്ട് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. പിന്നീട് ഡിസ്പ്ലേ ഇത്തവണ LCD ആയിരിക്കില്ല, OLED ഡിസ്പ്ലേ വിത്ത് നോച്ച് ഡിസൈൻ ആയിരിക്കും. നോച്ച് വീണ്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നീട് Type-C പോർട്ട്, ലൈറ്റ്നിങ് പോർട്ടൊക്കെ ഒഴിവാക്കും. എന്തായാലും Type-C പോർട്ട് വരുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നീട് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് ഒക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 8GB RAM എന്തായാലും അതുകൊണ്ട് വേണം. ഇത് ലോഞ്ച് മെയിൻ 16 സീരീസ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ മോഡൽ വരുന്നത്. അപ്പോൾ ഒരു മാർച്ചിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ ക്രെട്ടയുടെ ഇലക്ട്രിക് EV വരുന്നുണ്ട്. ഈ മാസം 17-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു ലോഞ്ച് വരുന്നത്. എക്സാക്റ്റ് ക്രെട്ടയുടെ ഡിസൈൻ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും ഡിസൈൻ്റെ ഭാഗത്ത് കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ റേഞ്ചൊക്കെ വരുന്നത് ഒരു 473 കിലോമീറ്റർ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. അത് 51.4 കിലോവാട്ടിൻ്റെ ബാറ്ററിയിലാണ് ഈ പറഞ്ഞ റേഞ്ച് കിട്ടുന്നത്. സോ ഡിസൈൻ വൈസ് സെയിം ആയതുകൊണ്ട് തന്നെ നൈസാണ് കാർ, നോ ഇഷ്യൂസ്. പിന്നീട് അടുത്ത ആഴ്ച, ഇന്ന് ഞായറാഴ്ച ആണല്ലോ, അപ്പം നാളെ തൊട്ട് ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. നാളെ തന്നെ റെഡ്മിയുടെ 14C എന്ന മോഡൽ വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 4 Gen 2 ചിപ്സെറ്റാണ് വരുന്നത്. 5160 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഒരു ഓവറോൾ അറൗണ്ട് ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ 30K 40K 13K 14K ആണ്. അത് ഞാൻ പറയുന്ന സമയം ചിലപ്പം തെറ്റൊക്കെ വരുന്നുണ്ട്, സോ സോറി. ഞാനങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ്. എന്നാൽ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 13K അല്ലെങ്കിൽ 14K പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോണൊക്കെ വരുന്നത്. അപ്പം നാളെയാണ് ലോഞ്ച്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നീട് അതുപോലെ തന്നെ അതിന് ശേഷം തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് മോട്ടോയുടെ G05 എന്ന മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഹീലിയോ G81 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. 50 MB ക്യാമറ, വീഗൽ ലെതർ ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. 6.67 ഇഞ്ച് വരുന്ന ഒരു പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളൊക്കെ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 5200 mAh ബാറ്ററി വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വരുന്നുണ്ട് ഈ ഒരു ഫോണിൽ. സോ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു ഫോൺ 7-ാം തീയതി ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 7-ാം തീയതി തന്നെയാണ് OnePlus 13 സീരീസിൻ്റെ ലോഞ്ച്. 13-ഉം 13R അതിനെപ്പറ്റി കൂടുതലായിട്ട് എല്ലാ വീഡിയോയിലും പറയേണ്ട ആവശ്യമില്ല.
അതിനുശേഷം 7-ാം തീയതി കഴിഞ്ഞ 8-ാം തീയതി ഫോൺസ് ഇല്ല. 9-ാം തീയതിയാണ് പോക്കോയുടെ X7 സീരീസ് വരുന്നത്. X7ഉം X7 പ്രോയും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാണ്. പിന്നെ അത് പുതുതായിട്ട് ഡീറ്റെയിൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മെയിൻ ടെക് അപ്ഡേറ്റിൽ പറയാനുള്ളത്. ഗൈസ്, നിങ്ങൾ ഏതൊരു വീഡിയോയിലാണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അതൊരു ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്, കമൻറ്റ് ഇടുക എന്നുള്ളത്. കാരണം ആ ഒരു കമൻറ്റിലായിരിക്കും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റിലാണ് നമുക്ക് ആ ഒരു നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം കമൻറ്റ് എന്തായാലും ഇടാം. അതിപ്പം നിങ്ങൾക്ക് തോന്നി എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇടാം. അതിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, മോശം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് മോശമാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതങ്ങനെയാണ്, നിങ്ങൾക്ക് പുച്ഛല്ലേ എന്നെക്കുറിച്ച്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ത് മോശം പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ പറയാം, ഞാൻ അതിൻ്റെ മാറ്റം വരുത്തുന്നതായിരിക്കും എന്തായാലും. അപ്പം കമൻറ്റ്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 8K ആവാനായിട്ടുണ്ട്. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.